ولا تكونوا كالتي نقضت غزلها من بعد قوة أنكاثا تتخذون أيمانكم دخلا بينكم أن تكون أمة هي أربى من أمة إنما يبلوكم الله به وَلَيُبَيِّنَنَّ لَكُمْ يَوْمَ الْقِيَامَةِ مَا كُنْتُمْ فِيهِ تَخْتَلِفُونَ. ഉറപ്പോടെ നൂൽ നൂറ്റ ശേഷം തന്റെ നൂൽ പല ഇഴകളാക്കി പിരിയുടച്ചു കളഞ്ഞ ഒരു സ്ത്രീയെപ്പോലെ നിങ്ങളാകരുത്. ഒരു ജനസമൂഹം മറ്റൊരു ജനസമൂഹത്തെക്കാൾ എണ്ണപ്പെരുപ്പമുള്ളതാകുന്നതിന്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ ശപഥങ്ങളെ അന്യോന്യം ചതിപ്രയോഗത്തിനുള്ള മാർഗമാക്കി കളയുന്നു. അതു മുഖേന അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ ഏതൊരു കാര്യത്തിൽ ഭിന്നത പുലർത്തുന്നവരായിരിക്കുന്നുവോ ആ കാര്യം ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരിക തന്നെ ചെയ്യും. മൂവാറ്റുപുഴയിൽ തൗഹീദ് സ്ഥാപിക്കാനും തൗഹീദ് തെളിയിക്കാനും വേണ്ടി പോയ ആളുകൾ ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതി കൊടുത്ത ചോദ്യങ്ങൾ സ്റ്റേജിന്റെ മുന്നിൽ ചോദിച്ച് മുജാഹിദുകളുടെ മനസ്സിലെ ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ സമ്പാദിച്ച അതേ ആളുകൾ ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മൗലവി അദ്ദേഹം മക്കയിൽ വിഗ്രഹാരാധന കൊണ്ടുവന്ന ആളെപ്പോലെയാണെന്ന് ചാപ്പകുത്തി അദ്ദേഹത്തെ സംഘടനാ സ്ട്രീമിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തെ മാറ്റി നിർത്തി അദ്ദേഹത്തെ മുശ്രിക്കാക്കാൻ വേണ്ടി നടത്തിയ ആദ്യത്തെ സംവാദത്തിൽ ശിർക്കിനെതിരെ സംസാരിക്കാൻ പോയവർ ശിർക്ക് സമ്മതിച്ചാണ് തിരിച്ചു പോന്നത്. അഭൗതികമായ ഉപദ്രവം അല്ലാഹുവല്ലാത്തവരിൽ നിന്ന് വരുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കല്ലേ എന്ന ആശയത്തിലുള്ള ചോദ്യത്തിന് ഹനീഫ് കായക്കൊടി കൊടുത്ത ഉത്തരം എന്താ അറിയോ? അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്കാവുകയില്ല, പ്രാർത്ഥിച്ചാലേ ശിർക്കാവുകയുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ അതും കൂടി ഒന്ന് കേൾപ്പിച്ചോളൂ. അപ്പൊ നമ്മൾ കായക്കൊടിയോട് ചോദിച്ചു, അല്ല കായക്കൊടി, ജിന്നിന്റെ സഹായം തേടിയാ കാഫിറാവുന്നല്ലേ നിന്റെ വാദം? അങ്ങനെയാണെങ്കിൽ സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ നീ മുശ്രിക്കാവൂലേ? സിഹ്ർ ഫലിക്കുന്ന ആളും പറയണ്ടേ? ആ ചോദ്യം ഒന്ന് കേട്ടോ. ആകെ മുശ്രിക്കാ, ശിർക്ക് തൊഴിലാളി. അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ ശിർക്ക് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത്. അതോടെ നിങ്ങളും മുശ്രിക്കായി. നിങ്ങളെ വാദമനുസരിച്ച് ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളെ വാദമനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്, ഒരു അല്ലാഹു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതിക കഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു, തേടിയിട്ടില്ല, എന്നാൽ അത് ശിർക്കാണോ? അല്ലേ? ശിർക്കാണെങ്കിൽ സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും. സിഹ്ർ ചെയ്താൽ ശിർക്കാണെന്നുള്ള ചർച്ച വേറെ, അത് വേറെ. സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു അഭൗതിക കഴിവുണ്ട് എന്ന് വരുന്നു. കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാണ് നമ്മൾ വിശ്വസിക്കൽ വരുന്നു. വിഷയം മനസ്സിലായോ? നമ്മൾ വിശ്വസിക്കാണെന്ന് ഒരു സാഹിർ സീറയുന്നാണ്, അയാൾ സിഹ്ർ ചെയ്താൽ ഫലിക്കും എന്ന് നമ്മൾ വിശ്വസിച്ചു. സിഹ്റിയാണെന്ന് പോയിട്ടില്ല, എന്നാ തന്നെ കാഫിറാവുന്ന. കാരണം എന്താ? സിഹ്ർ എന്ന് പറഞ്ഞാൽ ശൈത്താനി ജിന്നിനെ ഉപയോഗിച്ച് ചെയ്യുന്ന പണിയാണ്. അത് ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അഭൗതിക മാർഗത്തിൽ വിശ്വാസം വന്നു. അപ്പൊ കായക്കൊടി എന്താ പറഞ്ഞു കേട്ടോ? മറുപടി, വിശ്വസിച്ചാൽ ശിർക്കാവൂല, തേടിയാലേ ശിർക്കാവൂ. എന്താ ഞങ്ങൾ പറഞ്ഞത്? സിഹിർ ചെയ്യുന്ന ആൾ അയാൾ ജിന്നിനോട് സഹായം തേടുന്നു, അത് ശിർക്കാണ്, അത് ശിർക്കാണ്. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു, അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. മൊഹീദ്ദീൻ ശൈഖിനെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ കഴിയും എന്ന് അവർ വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൊഹീദ്ദീൻ ശൈഖിന് കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, ആ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് അവരുടെ വിശ്വാസമാണ്. നമ്മളാണ് പറയുന്നത് അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. മൊഹീദ്ദീൻ ശൈഖിന് അങ്ങനെ കഴിവ് ഒന്നും കൊടുത്തിട്ടില്ല. ഏതുപോലെ ജിന്നുകൾക്ക് നിങ്ങൾ പറഞ്ഞല്ലോ കൊടുത്ത കഴിവിൽ നിന്നല്ലോ ചോദിക്കുന്നത്, അങ്ങനെ ഒരു കഴിവ് കൊടുത്തു എന്ന് അള്ളാഹു പറയാത്തതുപോലെ മൊഹീദ്ദീൻ ശൈഖിനും എന്ത് ചെയ്തിട്ടില്ല? ഒരു കഴിവ് കൊടുത്തിട്ടില്ല. അവരുടെ വിശ്വാസം കൊടുത്ത കഴിവിൽ നിന്നാണ്, അവരുടെ വിശ്വാസം കൊടുത്ത കഴിവിൽ നിന്നാണ് സഹായിക്കുന്നത് എന്നാണ്.
ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. ജിന്നുകൾക്ക് എങ്ങനെ കഴിവ് കൊടുത്തു എന്നത് നിങ്ങളുടെ വിശ്വാസമാണ്. കഴിവ് കൊടുത്തു എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. ജിന്നുകൾക്ക് എങ്ങനെ കഴിവ് കൊടുത്തു എന്നത് നിങ്ങളുടെ വിശ്വാസമാണ്. കഴിവ് കൊടുത്തു എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അയാളെ വാദത്തിന്റെ വൈരുദ്ധ്യം മനസ്സിലായോ? ഇനി ഔദ്യോഗിക വിഭാഗത്തിൽ വരുന്ന ഗ്രൂപ്പിന്റെ പേര് ഇപ്പൊ തന്നെ പഠിച്ചോ, സിഹിർ ഗ്രൂപ്പ്. അടുത്ത് പുറത്താകാനുള്ള ആളെ പേരാ കായക്കുടി. അയാളെ വാദം വൈരുദ്ധ്യ, ജിന്നിനോട് സേവനം ചെയ്യാൻ പാടില്ല, പക്ഷേ സിഹിർ ഫലി. വാദം മനസ്സിലായി, വൈരുദ്ധ്യം മനസ്സിലായി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് സ്ഥാപിക്കാൻ പോയിട്ട് ശിർക്ക് സമ്മതിച്ചു പോന്നു. ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. ജിന്നിനാണ് മാറ്റി അവിടുന്ന് മൊഹീദ്ദീൻ ഷെയ്ഖിനെ കയറ്റുക. എന്താ മൊഹീദ്ദീൻ ഷെയ്ഖ് മഞ്ചേരിയിൽ നിൽക്കുന്ന എന്നെ സഹായിക്കും, എന്നെ രക്ഷിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? കായക്കൊടി പറഞ്ഞതനുസരിച്ച് ശിർക്കല്ല. പിന്നെന്തു വേണം? മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം, എന്നാലേ ശിർക്കാകുള്ളൂ. സിഹിർ ചെയ്യുന്ന ആൾ അയാൾ ജിന്നിനോട് സഹായം തേടുന്നു, അത് ശിർക്കാണ്. അത് ശിർക്കാണ്. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു. അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. ജിന്നുകൾക്ക് എങ്ങനെ കഴിവ് കൊടുത്തു എന്നത് നിങ്ങളുടെ വിശ്വാസമാണ്. കഴിവ് കൊടുത്തു എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. ആ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് അത് ശിർക്കാവാതിരിക്കില്ല. ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. ജിന്നുകൾക്ക് എങ്ങനെ കഴിവ് കൊടുത്തു എന്നത് നിങ്ങളുടെ വിശ്വാസമാണ്. കഴിവ് കൊടുത്തു എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. ആ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് അത് ശിർക്കാവാതിരിക്കില്ല. ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. ജിന്നുകൾക്ക് എങ്ങനെ കഴിവ് കൊടുത്തു എന്നത് നിങ്ങളുടെ വിശ്വാസം